ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടെക് സ്മാർട്ട്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ യൂസ്ഫുള്ളും അതുപോലെ തന്നെ ഹെൽപ്ഫുള്ളുമായിട്ടുള്ള 5 കീബോർഡ് ഷോർട്ട് കട്ട്സ് ആണ്. അപ്പോൾ ഫ്രണ്ട്സ്, എൻ്റെ വീഡിയോ നിങ്ങൾ ഏറ്റവും ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലോട്ട് കിടക്കാം. ഫ്രണ്ട്സ്, ഏറ്റവും ആദ്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന ഷോർട്ട് കട്ട് കോപ്പി പേസ്റ്റിന് വേണ്ടിയിട്ടുള്ളതാണ്. എല്ലാവർക്കും തന്നെ വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് കോപ്പി പേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഒരു കോപ്പി ഫയൽ നമുക്ക് കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് കൺട്രോൾ പ്രസ് V എന്ന് പറയുന്ന കോമ്പിനേഷൻ ഉപയോഗിക്കാം. ഫ്രണ്ട്സ്, ഇപ്പോൾ എനിക്ക് ഈ ഫോട്ടോ ഡെസ്ക്ടോപ്പിലോട്ട് പേസ്റ്റ് ചെയ്യണം. അതിനുവേണ്ടി ഞാൻ ഈ ഫോട്ടോ സെലക്ട് ചെയ്തു. അതിനുശേഷം കൺട്രോൾ പ്രസ് C എന്ന് പറയുന്ന കോമ്പിനേഷൻ ഉപയോഗിച്ചു. അതിനുശേഷം പേസ്റ്റ് ചെയ്യേണ്ട സെൽസ് ജസ്റ്റ് ഒന്ന് മൗസിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം കൺട്രോൾ പ്രസ് V എന്ന് പറയുന്ന കോമ്പിനേഷൻ ഉപയോഗിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ ഫോട്ടോ പേസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് എൻ്റെ ഒന്നാമത്തെ ഷോർട്ട് കട്ട് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നമ്മുടെ രണ്ടാമത്തെ ഷോർട്ട് കട്ടിലോട്ട് പോകാം. എൻ്റെ രണ്ടാമത്തെ ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് വിൻഡോസ് മാഗ്നിഫയർ ടൂൾ എനേബിൾ ചെയ്യാനുള്ളതാണ്. ഫ്രണ്ട്സ്, ഇപ്പോൾ എനിക്ക് ഈ ലോഗോ ഒന്ന് കുറച്ച് സൂമിൻ ചെയ്ത് കാണണം. അതിന് വേണ്ടിയിട്ട് ഞാൻ മൗസ് അവിടെ വെച്ചതിന് ശേഷം വിൻഡോസ് പ്ലസ് എന്ന് പറയുന്ന കോമ്പിനേഷൻ ഉപയോഗിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും വിൻഡോസ് മാഗ്നിഫയർ ടൂൾ എനേബിൾ ആയിട്ടുണ്ട്. ഇനി നിങ്ങൾ വീണ്ടും ഇതേ കോമ്പിനേഷൻ ഉപയോഗിക്കും തോറും നിങ്ങളുടെ ഈ മൗസ് കഴ്സർ വെച്ചെടുത്ത് സൂം ഇൻ ആയിക്കൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് സൂം ഔട്ട് ആക്കുവാൻ വേണ്ടിയിട്ട് വിൻഡോസ് +- എന്ന് പറയുന്ന കീ കോമ്പിനേഷൻ ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഫ്രണ്ട്സ്, ഇനി നമുക്ക് നമ്മുടെ മൂന്നാമത്തെ ഷോർട്ട് കട്ടിലോട്ട് പോകാം. ഫ്രണ്ട്സ്, എൻ്റെ മൂന്നാമത്തെ ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് സ്ക്രീനിൽ കാണുന്ന എല്ലാ ഫയൽസും ഒരുമിച്ച് സെലക്ട് ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ള ഷോർട്ട് കട്ടാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇപ്പോൾ ഞാൻ എൻ്റെ ഗെയിംസ് എന്ന് പറയുന്ന ഡ്രൈവിൽ പോവുകയാണ്. ഇതിൽ സോഫ്റ്റ്വെയർസ് എന്ന് പറയുന്ന ഫോൾഡറിൽ ഫ്രണ്ട്സ് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. ഇവിടെ കുറേ ഫയൽസ് ഉണ്ട്. എനിക്ക് ഈ ഫുൾ ഫയൽസോ ഒരു ടൈമിൽ വൺ ടൈം എനിക്ക് സെലക്ട് ചെയ്യണം. അതിനുവേണ്ടി കൺട്രോൾ പ്രസ് A എന്ന് പറയുന്ന കോമ്പിനേഷൻ ഞാൻ ഉപയോഗിക്കുന്നു. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും എല്ലാ ഫയൽസും ഒരുമിച്ച് സെലക്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഇനി നമ്മൾ നാലാമത്തെ ഷോർട്ട് കട്ടിൽ പോകാം. എൻ്റെ നാലാമത്തെ ഷോർട്ട് കട്ട് ഒരു ഫയൽ പെർമനൻ്റ് ആയിട്ട് ഡിലീറ്റ് ചെയ്യുവാൻ വേണ്ടിയുള്ള ഷോർട്ട് കട്ടാണ്. ഫ്രണ്ട്സ്, ഇപ്പോൾ ഏറ്റവും ആദ്യം കാണുന്ന ഈ വണ്ടർ ഷെയർ ഫിൽമോറ എന്ന് പറയുന്ന ഫയലിലേക്ക് ഡിലീറ്റ് ചെയ്യുവാൻ വേണ്ടിയിട്ട്, അതായത് പെർമനൻ്റ് ആയിട്ട് ഡിലീറ്റ് ചെയ്യുവാൻ Shift+Delete എന്ന് പറയുന്ന കീ കോമ്പിനേഷൻ ഞാൻ ഉപയോഗിക്കുന്നു. അതായത് പെർമനൻ്റ് ആയിട്ട് ഡിലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫയൽ റീസൈക്കിൾ ബിന്നിലോട്ട് പോയില്ല. അപ്പോൾ ഫ്രണ്ട്സ്, ഇനി എൻ്റെ അഞ്ചാമത്തെ ഷോർട്ട് കട്ട് പറയാം. എൻ്റെ അഞ്ചാമത്തെ ഷോർട്ട് കട്ട് വിൻഡോസ് ഫയൽ എക്സ്പ്ലോറർ ഓപ്പൺ ചെയ്യുവാനാണ്. വിൻഡോസ്+E എന്ന് പറയുന്ന കീ കോമ്പിനേഷൻ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നിങ്ങളുടെ സ്ക്രീനിൽ വിൻഡോസ് ഫയൽ എക്സ്പ്ലോറർ ഓപ്പൺ ആകും. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക.